ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷും കൺപണിയും കൂടി സംസാരിക്കുക കേട്ടോ. എന്തായാലും കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് പോകണോ അതോ കമ്പനിയിലേക്ക് തിരിച്ചു പോകണോ, അച്ഛൻ വിളിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ കൺമണിയാണെങ്കിൽ പറയുന്നുണ്ട്. എന്തായാലും സർ നമുക്ക് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. സാഗർ സാർ എന്താ പറയണതെന്ന് നമുക്ക് കേൾക്കാമല്ലോ. മാത്രമല്ല അദ്ദേഹം നമുക്ക് അനുകൂലമല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കാം. നമുക്ക് ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവരോട് തുറന്ന് പറയാലോ സർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൃഷി പറയുന്നുണ്ട്, എന്തായാലും അതൊന്നും ശരിയാവാൻ തോന്നുന്നില്ല കൺമണി, നമ്മൾ യാത്ര തുടരുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കാം, നമുക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല സർ, അച്ഛന് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഭാവിയിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ അച്ഛന് എന്നെക്കുറിച്ചുണ്ടായിരുന്നു, എന്നെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നും എൻ്റെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ എൻ്റെ അച്ഛന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏകദേശം നടന്നപ്പോഴത്തേന് എൻ്റെ അച്ഛന് സമാധാനമായി. അതുപോലെ തന്നെയല്ലേ സാഗർ സാറിൻ്റെ കാര്യം, സാറിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുള്ള ആളാണ്. അപ്പോഴത്തേനും അദ്ദേഹം പറയുന്നത് കേൾക്കെങ്കിലും വേണ്ടേ സാർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ പ്രധാനമല്ലേ അച്ഛനും അമ്മയുടെയും തീരുമാനങ്ങളും എന്നും കൺമണി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് വരാം, എന്താ അവർ തീരുമാനിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൺമണിയും കൃഷ്ണൻ കൂടി പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വരുണ് അനിരുദ്ധനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അനിരുദ്ധൻ പറയുന്നുണ്ട്, താൻ ഒരു കാര്യം ചെയ്യുക, ഇനി ഈ പ്രശ്നത്തിനൊന്നും പോകണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ വഷളായി പോവുകയുള്ളൂ. തനിക്ക് എപ്പോഴും ഈ അടി കൊണ്ട് കിടക്കാൻ തന്നെ നേരമുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേനും അരുൺ പറയുന്നുണ്ട്, അങ്ങനെ പറ്റില്ല, എനിക്ക് കൺമണിയെ തന്നെ കിട്ടണം, എന്നാലാണ് എനിക്ക് കാര്യമുള്ളൂ. അവളാണ് എന്നെ ഒരു സൈക്കോ പോലെ ആക്കിയത്. അവളെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ആകെ മുഴുവട്ടാവും എന്ന് പറയുന്നു കേട്ടോ. താൻ എന്തേ പറയുന്നത്? എനിക്ക് നേരിട്ട് ഇനി ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഒരാളെ ഞാൻ നിർത്തി തരാം, അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും, എത്ര കൊടുത്താലും സാരമില്ല, എന്തായാലും എനിക്ക് വേണം അയാളെ എന്ന് പറയുന്നു. എന്നാൽ ശരി എന്നിട്ട് അനിരുദ്ധം പോകുന്നു. പിന്നീട് അച്ഛൻ വരുന്നുണ്ട്. തനിക്കിത് നിർത്താനായിട്ടില്ലേ വരുണേ എന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് കൺമണിയെ കിട്ടാതെ ഞാൻ നിർത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും അവളുടെ അടുത്ത് നിന്ന് കിട്ടിയത് പോരെ, ഇനി അവളുടെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ താൻ എന്ന് പറയുമ്പോഴത്തേനും അച്ഛനൊന്നും മിണ്ടാണ്ടിരുന്നേ, ഞാൻ പറയുന്നതിലാണോ തെറ്റ്? നീ കാണിക്കുന്നതല്ലേ, വെറുതെ അല്ല നിന്നെ സൈക്കോ എന്ന് എല്ലാവരും വിളിക്കുന്നത്. ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേനും അച്ഛൻ്റെ കൊല്ലിയിൽ പിടിച്ച് അമർത്തുന്നുണ്ട് കേട്ടോ വരുണ്. അപ്പോഴത്തേനും അയ്യോ എന്നെ കൊല്ലലി എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കൊല്ലും, കാരണം എനിക്ക് കൺമണിയെ വേണമെന്ന് പറയുന്നു. അപ്പോൾ നേഴ്സ് വരുന്നുണ്ട്. എന്താണോ ഈ കാണിക്കുന്നത്, സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. അപ്പോഴത്തേനും വരുണ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ തീർന്നില്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഇങ്ങനെ തന്നെ ചെയ്യാം, തന്നെ ഞാനിപ്പോൾ പോലീസ് കേസാക്കുമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട സിസ്റ്ററെ, എൻ്റെ മോന് വയ്യാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവനിങ്ങനെ ഇത് കാട്ടില്ല എന്ന് പറയുന്നുണ്ട്. നല്ല അച്ഛനും മകനും എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അച്ഛൻ ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് കൺമണിയെ വേണം, അല്ലാതെ ഞാൻ അടങ്ങില്ല, എനിക്ക് അവളെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കമ്പനിയിലേക്ക് എത്തുന്ന കൃഷും കൺമണിയും മഹിപാലിനെ കാണുക കേട്ടോ. മഹിപാൽ രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻ, എന്തായാലും നല്ലൊരു തീരുമാനമാണ് രണ്ടുപേരും എടുത്തത്, നല്ല സന്തോഷമായി എന്ന് പറയുന്നു. എന്തായാലും നവദമ്പതിമാർക്ക് ഇവിടേക്ക് സ്വാഗതം എന്ന് പറയുന്നുണ്ട്. നീ എന്താണ് ആളെ കളിയാക്കുകയാണോ? ആളെ കളിയാക്കുമെന്നല്ല, ഇത് സത്യമായിട്ട് നടന്നതല്ലേ, ഞാനൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കേട്ടോ. എന്തായാലും നിങ്ങൾ ഭയങ്കരന്മാർ തന്നെ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ അച്ഛൻ എന്തിനാണ് വിളിച്ചത് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ദേവ് സാർ അതിനകത്തുണ്ടെന്ന് പറയുന്നു. പിന്നെ അച്ഛൻ എന്തായാലും ഒരു 60% ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ട്. പക്ഷേ അമ്മയുടെയും ആൻറ്റിയമ്മയുടെ കാര്യങ്ങളാണെങ്കിലും സുജാത മേഡത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീ ടെൻഷൻ അടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ ആ മേഡം തണുത്തോളും. പക്ഷേ നിൻ്റെ ആൻറ്റിയമ്മേൻ്റെ കാര്യമാണെങ്കിൽ അവർക്ക് നമുക്കൊരു കൊട്ടേഷൻ കൊടുക്കാം, അല്ലാതെ രക്ഷയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് നീ പറയുന്നത്? ആൻറ്റിയമ്മയ്ക്കാണ് കൊട്ടേഷൻ കൊടുക്കുന്നത്? അല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരില്ലേ കൃഷി എന്ന് പറയുന്നുണ്ട്. നിൻ്റെ തമാശ ഒന്ന് നിർത്തിക്കും. എന്തായാലും നമ്മൾ കല്യാണം കഴിഞ്ഞല്ലേ, നമുക്ക് എന്തായാലും ഒരു സദ്യ ഒരുക്കണ്ടേ, 5 കൂട്ടം പായസം എൻ്റെ വകയാണെന്ന് പറയുന്നു കേട്ടോ. നീ എൻ്റെ തമാശ കളിക്കാൻ നിൽക്കേണ്ട, മര്യാദയ്ക്ക് നിന്നോ, എനിക്ക് ഈ തമാശ കേൾക്കാനൊന്നും നേരല്ല ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും സാഗർ സാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്, പോയി നോക്ക്, എന്താ തീരുമാനിക്കുന്നത് അറിയാലോ എന്ന് പറഞ്ഞിട്ട് അവർ അമ്മിനിയിലകത്തേക്ക് പറഞ്ഞു വിടുന്നു കേട്ടോ. പിന്നെയും സാഗർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദേവ് സാർ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, താനേ അവർ വരുമ്പോഴത്തേനും വലിയ ചെയർമാൻ കളിക്കൊന്നും വേണ്ട, അവരോട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. സാർ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ കൺമണിയും കൃഷി അവിടേക്ക് എത്തുന്നു. എന്തായാലും നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്തതെന്ന രീതിയിൽ ദേവ് സാർ പറയുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കരുതി എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി വേണം ജീവിക്കാൻ എന്ന് കരുതിയിട്ട് മാറി നിൽക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും തന്നെ അത് കാണാൻ പോലും നിന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനം, ഞങ്ങൾ കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു.
അപ്പം നീ എന്താടാ ഞങ്ങളെക്കുറിച്ചൊന്ന് ഒന്ന് ചിന്തിക്കുന്ന കൂടിയില്ലേ? അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിച്ചതാണ്. അച്ഛൻ്റെ സ്വാർത്ഥത കൊണ്ടാണല്ലോ അമ്മയെ വിവാഹം കഴിച്ചത്. ഒരിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് അമ്മയെ സ്വന്തമാക്കിയ അച്ഛനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാലം കോളേജിലും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അച്ഛനൊരു തീരുമാനമില്ലേ? എടാ ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ വേറൊരു പെൺകുട്ടിയേക്ക് വാക്ക് കൊടുത്തിട്ടല്ല ഞാൻ സുജുനെ സ്വന്തമാക്കിയതെന്ന് പറയുന്നു. അതിന് ചെയ്തിട്ടില്ലല്ലോ. മാനസികയാണെങ്കിൽ അച്ഛൻ വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസയെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അവൾക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരുടെയും നിർബന്ധത്തിൻ്റെ പ്രകാരം അവളെ എനിക്ക് എൻഗേജ്മെൻറ്റ് കഴിക്കേണ്ടി വന്നതാണ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. എനിക്ക് കൺമണി മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ ഇവളെ കൈവിടാൻ നിൽക്കുന്നത്. ഒരിക്കലും ഞാൻ ഇവളെ കൈവിടില്ല എന്ന് പറയുന്നുണ്ട്. എടാ ജയമോഹനോട് നമുക്കൊരു കടമയുണ്ട്. നമ്മുടെ കൺപിനിലേക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിലല്ലേ അച്ഛാ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കൃഷ് പറയുന്നത് കേട്ടോ. തേസാർ അപ്പോൾ പറയുന്നുണ്ട്, ജയമോഹനെ കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുന്നു. പിന്നെ എന്തായാലും എനിക്കെൻ്റെ കൺമണി വിട്ടു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാം. സാഗർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, നിങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയായി, എന്തായാലും നിന്നെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. എനിക്ക് കൺമണി ഇഷ്ടമാണ്. എൻ്റെ മരുമകളായിട്ട് കൺമണി വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് ഇങ്ങനെ നീക്കിപ്പോയത്. അച്ഛനോട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വെളിപ്പെടുത്തിയതല്ലേ, അച്ഛനെ ഈ വാക്ക് തന്നതല്ലേ എന്ന് കൃഷി പറയുന്നുണ്ട്. അപ്പോഴത്തേനും സത്യമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സാർ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പിരിക്കരുത് സാർ എന്ന് പറഞ്ഞ് കൈ കൂപ്പി തൊഴുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നിങ്ങൾ പിരിക്കാനല്ല ഒന്നിക്കാനല്ലേ ഞാൻ വിളിച്ചത്, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നീ തന്നെ വേണം മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ കൺമണിയെ ഒന്നാക്കുന്നു കേട്ടോ. എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കൃഷ്ണനെയും കൺമണിയും സാഗർ ചേർത്ത് നിർത്തുന്നു കേട്ടോ. അതിൻ്റെ ശേഷം തന്നെ സ്വന്തം ഭാര്യയെ കൈവിടില്ല എന്ന് പറഞ്ഞ് നിൻ്റെ അഭിശംസിക്കുന്നു കൃഷി എന്ന് പറഞ്ഞിട്ട് ദേവ് സാറ് പറയാം കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറി താമസിക്കാൻ പോവുകയാണ് കേണൽ സാറിൻ്റെ വീട്ടിലേക്ക്. കേണൽ സാറിൻ്റെ വീട്ടിലേക്കൊന്നും പോകണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ വീട്ടിൽ ഇവർ രണ്ടുപേരും നിൽക്കട്ടെ, ഒന്ന് പ്രശ്നങ്ങളൊക്കെ ആറി തണുക്കണ വരെ, നിങ്ങളുടെ കല്യാണം എല്ലാവരുടെ മുന്നേ വെച്ച് നടത്തുന്നത് വരെ എന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ വീടിൻ്റെ ചാവി ഇതാന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ കയ്യിൽ കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് ഇന്ന് കമ്പനി നിങ്ങൾക്ക് വേണ്ടി ലീവ് എടുത്തിരിക്കുകയാണെന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അതിനുശേഷം സാഗറിന് സന്തോഷമാവുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. മൂത്ത മകനെക്കുറിച്ച് ഇനിയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ദേവസാർ പറയുന്നു കേട്ടോ. പിന്നെയും ബലരാമനെയും മാനസയാട്ടോ കാണിക്കുന്നത്. മാനസയാണെങ്കിൽ ബലരാമനെ കാണാനായിട്ട് വരുന്നു. അതിനുശേഷം തന്നെ സാറിനെ കാണാൻ നേരത്തെ വന്നോ? കുറച്ച് സമയമായി, പക്ഷെ വന്നു നിന്നപ്പോൾ ഒരുപാട് മണിക്കൂറായി തന്നെ കാത്തു നിന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. സാറിന് സമയമായിട്ടുണ്ടെങ്കിൽ പൊക്കൂടെയെന്നില്ലേ, എന്തെങ്കിലും തിരക്കുണ്ടായിരുന്നെങ്കിൽ? തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും വലിയൊരാളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കില്ലേ? എന്നെ കാണാനാണ് ഒരുപാട് ആൾക്കാർ വന്നിരുന്നത്, പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ കാണാനായിട്ട് വരുന്നതെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന മനസ്സിക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് മനസ്സിലായോ, എൻ്റെ പേര് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ബലരാമൻ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്